സോ ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ കുട്ടി ബർത്ത്ഡേ വ്ളോഗ്. നമ്മുടെ ബർത്ത്ഡേ ബോയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത് ഡേറ്റ് എന്ന് പറയുമ്പോൾ April 9th ആണെങ്കിലും നമ്മൾ പിറന്നാൾ നോക്കിയിട്ട് അതിനടുത്തുള്ള ഞായറാഴ്ച സെലിബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഗിഫ്റ്റ് വാങ്ങാനുള്ള പർച്ചേസ് തലേദിവസം രാത്രി 9-10 മണി ആ സമയത്തായിരുന്നു ഞങ്ങളിങ്ങനെ തപ്പി ഇറങ്ങിയത്. ഒരാഴ്ച മുന്നേ തന്നെ ഞങ്ങൾ നോക്കിയിരുന്നു, ഒരു സൈക്കിള് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും ലാസ്റ്റ് മിനിറ്റ് പർച്ചേസിന് ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ക്രൈയിലൊക്കെ ഒന്ന് നോക്കി. ഫസ്റ്റ് ക്രൈയിൽ ഉണ്ട്, നമ്മൾ ഉദ്ദേശമായിട്ടില്ലെങ്കിലും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു, എടുത്തില്ല. അതിന് ശേഷം നമ്മൾ മുമ്പേ നോക്കി വെച്ചിരുന്ന കടയിൽ, പുത്തമ്പള്ളിയുടെ അടുത്തുള്ളൊരു ടോയ് ഷോപ്പിലാണ് പോയത്. അവിടെ എക്സാക്ട് ദ സെയിം തിങ് ഉണ്ട്. അത്ര റേറ്റും ഇല്ല, ഫസ്റ്റ് ക്രൈ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് നല്ല കുറവുമാണ്, നല്ല പ്രൊഡക്റ്റുമാണ് കേട്ടോ. അവിടെ ഒരു രാജസ്ഥാനിയുടെ കടയായിരുന്നു. ആൾ സൂപ്പറായിട്ട് മലയാളം പറയുന്നുണ്ട് കേട്ടോ. വർഷങ്ങളായിട്ട് ഇവിടെ വന്നിട്ട് ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞത്. അതിനിടയിൽ കുറച്ച് മിഠായി സംതിങ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടി ഒരു ബേക്കറിയിൽ കയറി. അപ്പം ഞാൻ എൻ്റെ വിശപ്പ് ശമിപ്പിക്കാനായിട്ടുള്ള ഐറ്റംസൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചു. നേരെ ഒരു തട്ടുകടയിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ബീഫും കൂർക്കയാണ് ആ ഒരു കോംബോ ആയിരുന്നു കഴിച്ചത്. വീട്ടിലെത്തിയപ്പോഴേക്കും പിള്ളേർ പരിപാടികളൊക്കെ തുടങ്ങി. ബലൂൺ വീർപ്പിക്കലും കേർട്ടൻ അറേഞ്ച് ചെയ്യലും അങ്ങനെ തകൃതിയായിട്ട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി അങ്ങനെ രാവിലെ സെറ്റാക്കി. അങ്ങനെ കേക്ക് കൊണ്ടുവന്നു. കേക്ക് ഹണി ആൽമണ്ടാണ് ഓർഡർ ചെയ്തത്. പുത്തൂരുള്ളൊരു ഷോപ്പിൽ ചെന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഈ ഒരു ഫ്ലേവർ ഞങ്ങൾ കഴിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ സെയിം തന്നെ വാങ്ങാമെന്ന് കരുതി ഷോപ്പിൽ ചെന്നപ്പോൾ നമ്മുടെ കേക്ക് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓവർ എക്സ്പെക്റ്റേഷൻ കൊണ്ടാണോ എന്നറിയില്ല, വിചാരിച്ചത്ര നന്നായി ഉണ്ടായില്ല കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. കേക്ക് കട്ട് ചെയ്യണേ മുന്നേ തന്നെ ടേബിളിലിരിക്കുന്ന ഒരു മിഠായി എടുത്തിട്ട് കുഞ്ഞു കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് വായിലിരിക്കുന്ന കാരണം ഒരു തരി കേക്ക് വായിൽ വെക്കാൻ അവൻ സമ്മതിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഒട്ടും കഴിച്ചിട്ടില്ല കേക്ക്. കഴിച്ചപ്പോൾ മുമ്പ് കഴിച്ച ആ ഒരു ഫ്ലേവറേ ആയിരുന്നില്ല. മധുരം കൂടുതലാണെന്നാണ് ഞാൻ കരുതിയത്. മിൽക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കൂടുതൽ തോന്നി. പക്ഷേ അവസാനമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് ഫ്ലേവർ മാറിയ കിട്ടിയത്. അവർ തന്നത് മിൽക്കി നട്ടായിരുന്നു. നെക്സ്റ്റ് ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. തക്കുടി ചേച്ചി കൊണ്ടുവന്ന ഗിഫ്റ്റ് തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കുഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്താണെന്നറിയാൻ. അത് തുറന്ന് കയ്യിൽ കിട്ടുന്ന വരെ ഇങ്ങനെ നോക്കി നിൽക്കും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് കൊടുക്കില്ല. പൊതുവെ തുറക്കാൻ പോലും ആർക്കും കൊടുക്കാറില്ല. എന്ത് ഗിഫ്റ്റായാലും എല്ലാ കുട്ടികളെ പോലെ തന്നെ കാണുമ്പോൾ ഉള്ള കുറച്ച് ദിവസത്തെ ആകാംക്ഷ, അല്ലെങ്കിൽ കുറച്ച് നേരം അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ അടുത്തത് അൺബോക്സ് ചെയ്യാണ്. ഇത് ആർക്കും കൊടുക്കില്ല കേട്ടോ, അൺബോക്സ് ചെയ്യാൻ സ്വയം ചെയ്യാനുള്ള പരിപാടിയാണ്. ബർത്ത്ഡേ ഗിഫ്റ്റുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫുഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഏറ്റവും അവസാനമാണ് കുഞ്ഞിൻ്റെ മാമന്മാരും ചേട്ടനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ പിള്ളേരുടെ കളിയാണ്, ബലൂൺ പൊട്ടിക്കലും അതൊക്കെ തകൃതിയായിട്ട് നടക്കുന്നത്. നല്ല സൗണ്ട് അല്ലേ? മുട്ട സൂചി പൊട്ടിക്കടച്ചു, മോളിത്ത പൊട്ടിക്ക്. മതി പടക്കം.